തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൽ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള ദൗത്യം ദുഷ്കരമായി തുടരുകയാണ്. സ്ലാബ് പോലെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത്. തെരച്ചിൽ രണ്ടാം ദിവസവും തുടരുകയാണ്. NDRFിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ശുചീകരണ തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സംശയിക്കുന്ന മാൻഹോളിനുള്ളിൽ NDRF സേനാംഗങ്ങൾ ഇറങ്ങി പരിശോധിച്ചെങ്കിലും ആദ്യ 40 മീറ്ററിനുള്ളിൽ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. സംഭവിച്ചപ്പോൾ നമ്മൾ ഇത് വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഇറങ്ങി, ഈ മാൻഹോളിൽ ഇറങ്ങി അങ്ങോട്ട് സെർച്ച് ചെയ്തു. അപ്പോഴത്തേക്കും ഈ വേസ്റ്റ് ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ നല്ല പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. 40 മീറ്ററിലും പോയി ഫുള്ള് പോയായിരുന്നു. അവിടെ ലൊക്കേറ്റ് ക്ലിയർ ആയി, പക്ഷെ കിട്ടുന്നില്ല. ഇനി ബാക്കി കൂടെ നോക്കുന്നുണ്ട്. അതായത് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ആ സ്ഥലത്തോട് നോക്കണം. ഇവിടെ മുമ്പോട്ടാണോ അതോ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ്? ഇപ്പൊ ഇങ്ങോട്ടാ പോയത്, തിരിച്ച് ഇനി അങ്ങോട്ടോട്ട് നോക്കണം. എന്നാലും ഈ വെഡിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലേക്കും വേസ്റ്റ് താഴ്ന്ന നിൽക്കുന്നത്. ഈ സ്ലാബ് പോലെയാണ് ഈ വേസ്റ്റ് നിൽക്കുന്നത്. ഇല്ല നമ്മൾ സെർച്ചിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല, പിന്നെ ഒന്നും പറയാറായിട്ടില്ല. അതാണ് കാരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. റെസ്ക്യൂ ചെയ്യുന്ന ആൾക്ക് പോലും വളരെ ഹൈലി റിസ്ക് ആയിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടുപേർക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലൂടെയാണ് ചെല്ലുന്നത്. ഒരു കേവ് ഡൈവ് തന്നെയാണിത്. നമ്മളിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള മാൻഹോളിൽ നിന്ന് നമ്മൾ ഓപ്പണിങ്ങിലേക്ക്, എൻട്രി പോയിന്റിലേക്ക് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഏതാണ്ട് 40 മീറ്റേഴ്സ് ഇപ്പോൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിനിടയ്ക്കുള്ള എൻട്രി പോയിന്റിനും ഈ 3rd പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഏരിയ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഡൈവേഴ്സ്, സ്കൂബ ഡൈവേഴ്സ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഡൗൺ സ്ട്രീം നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നോക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തത് ഈ 3rd പ്ലാറ്റ്ഫോമിന് മിഡിലുള്ള ആ മാൻഹോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയ്തിരുന്നത്. അത് ആ ബ്ലോക്കേജ് കംപ്ലീറ്റ് അല്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് താഴേക്ക് പോകില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നമ്മളിപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് താഴേക്കുള്ള ഭാഗത്ത് സെർച്ച് ചെയ്തേ പറ്റും. ഇന്നലെ എൻട്രി പോയിന്റിൽ നിന്ന് 40 മീറ്റർ ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ഈ 3rd പ്ലാറ്റ്ഫോമിൽ 40 മീറ്റർ എൻട്രി പോയിന്റിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് അതിനിടയ്ക്കുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. മാൻഹോളിനുള്ളിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. ടീമിലെ 3 പേരാണ് ഇപ്പോൾ നിലവിൽ മാൻഹോളിനുള്ളിലുള്ളത്. ഇതിൽ 2 പേര് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരാണ് ഇപ്പോൾ ഈ പറയുന്ന 40 മീറ്റർ കവർ ചെയ്തത്. അവർക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും. അവിടെ വർക്ക് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അറിയത്തുള്ളൂ അവിടെ എത്രമാത്രം സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെന്നുള്ളത്. അത് സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ മാക്സിമം നമുക്ക് അരമണിക്കൂർ അത്രമാത്രമേ പറ്റുള്ളൂ. NDRF ടീം ഇപ്പം അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ അവരോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂബ ടീം വീണ്ടും ഇറങ്ങും. പിന്നെ നമ്മൾ ഇന്നലെ ആലോചിച്ചൊരു കാര്യം പറഞ്ഞാൽ ബാൻഡിക്കൂട്ടിൻ്റെ ഒരു റോവർ വെച്ചിട്ടൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതും കൂടെ ഡിപ്ലോയ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് ഏരിയ കവർ ചെയ്ത ശേഷം പിന്നെ ബാക്ക് ഏരിയ കൂടെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞ് പിന്നെ ഫർദർ ഡൗൺ സ്ട്രീം നോക്കുന്നു. ഒരു 40 അടിയിലുണ്ട് എന്നൊരു സംശയമുണ്ടോ ഇപ്പോഴും? അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെ സംശയം മീൻസ് ജസ്റ്റ് നമ്മൾ ഒരു ഭാഗത്ത് നമ്മളൊരു ഉറപ്പ് വരുത്തുവാണ് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു ഏരിയയിൽ ഇല്ല. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ഈ പ്ലാറ്റ്ഫോം നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന എന്തെങ്കിലും നടപടി ആവശ്യമില്ല. അർദ്ധരാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനായില്ല എന്നതായിരുന്നു ഇന്നത്തെ സാഹചര്യം. മാരായമുട്ടം സ്വദേശി ജോയിയെ ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കാണാതായത്. അതേസമയം റെയിൽവേയെ പഴിചാരുകയാണ് ജനപ്രതിനിധികൾ.